നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ഡലപൂജ കഴിഞ്ഞു. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിക്കുന്നതിന്റെ ഭാഗമായി ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ നടന്നു. തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ നടന്നത്. ഇന്ന് രാത്രി വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ ദർശനം നടത്താം. വൈകിട്ട് 7 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തരെ മല കയറാൻ അനുവദിക്കില്ല. ഇന്നത്തെ ദർശനം പൂർത്തിയായാൽ രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായാകും ശബരിമല നട തുറക്കുക. ഡിസംബർ 30 വൈകിട്ടാണ് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുന്നത്. പ്ലാറ്റ്ഫോമിനും ട്രെയിനും ഇടയിൽപ്പെട്ടു. യുവാവിന് അത്ഭുത രക്ഷ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിനും ട്രെയിനും ഇടയിൽ വീണയാളെ CRPFും പോലീസും യാത്രക്കാരനും ചേർന്ന് രക്ഷപ്പെടുത്തി. ചെറുവത്തൂർ സ്വദേശി രമേശാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷന്റെ 1ാം പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് സംഭവത്തിന്റെ CCTV ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. PF കോൺസ്റ്റബിൾ പുരുഷോത്തമനും റെയിൽവേ പോലീസ് ഓഫീസർ ലഗേഷും മറ്റൊരു യാത്രക്കാരനും ഓടിയെത്തി രമേശിനെ ട്രെയിനിലടിയിൽപ്പെടാതെ വലിച്ചെടുക്കുകയായിരുന്നു. ലൈംഗിക അതിക്രമം. നടി നൽകിയ പരാതിയിൽ നടന്മാരായ ബിജു സോപാനം, ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഷൂട്ടിങ്ങിനിടെ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ നടന്മാർക്കെതിരെ കേസ്. സിനിമ സീരിയൽ നടനായ ബിജു സോപാനം, ശ്രീകുമാർ എന്നിവർക്കെതിരെയാണ് സീരിയൽ നടി പരാതി നൽകിയിരിക്കുന്നത്. ഇൻഫോ പാർക്ക് സ്റ്റേഷനിലാണ് പരാതി ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതി SITക്ക് കൈമാറിയിട്ടുണ്ട്. സീരിയൽ ഷൂട്ടിങ്ങിനിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് ആരോപണം. DG പൂങ്കുഴലിയാണ് കേസ് അന്വേഷിക്കുന്നത്. KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട ജില്ലയിലെ പുല്ലാടുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. KSRTC ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കാർ ഓടിച്ച റാന്നി സ്വദേശി VG രാജനാണ് മരിച്ചത്. ഒരു കുഞ്ഞടക്കം കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. രാജന്റെ മൃതദേഹവും മാറ്റിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ദില്ലി എയിംസിൽ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു. അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ മഹത് വ്യക്തിത്വമാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ സമീപ വർഷങ്ങളിൽ മൻമോഹൻ സിംഗ് രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു.